ഇനി നിങ്ങൾ ഒരനുഗ്രഹവും വേണ്ട, കാരണം ഓൾറെഡി ഈ ടീം പൂട്ടിക്കിടക്കുക. മോനെ, എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തവരെ ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. അത് നീ മറക്കരുത്. അപ്പൂപ്പ, ഞാനതങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ ടീം കളിക്കുമെന്നറിയില്ല, അതിൻ്റെ വിഷമത്ത് പറഞ്ഞ. അത് കുഴപ്പമില്ല മോനെ, നിന്റെ വിഷമങ്ങൾ എനിക്കറിയാം. ഉറപ്പായിട്ടും ഈ ടീം കളിച്ചിരിക്കും. ഹായ്, ഈ ഒരു വീഡിയോക്ക് ഞാൻ എന്തുകൊണ്ട് ഇൻട്രോ ചെയ്തതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്ന കാര്യം കുറച്ച് റിപ്പീറ്റ് ചെയ്യാം. സോ നിലവിൽ മേഘനം ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സിനെ ഒഴിവാക്കാണ്. അതുകൊണ്ട് തന്നെ അത് വേറെ ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ISL കളിക്കുള്ളൂ. ആ കാര്യമാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. അതായത് ഇതിന് മുമ്പ് നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യം കേട്ട് തുക AFF നൽകിയിട്ടുണ്ട്. വാച്ച്, ഇതിലേത് വിശ്വസിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സത്യമായിട്ടും അവിടെ ഒരു തേങ്ങ നടക്കുന്നില്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെയും സൈൻ ചെയ്തിട്ടില്ല, അതുപോലെ സൈനിങ്ങിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ അറിഞ്ഞ വാർത്ത എന്താണെന്ന് വെച്ചാൽ മനോരമയാണ് ഈ കാര്യം ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചത്. അതായത് ബ്ലാസ്റ്റേഴ്സിനെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കില്ല എന്നാണ്. ഇതിന് പിന്നാലെ തന്നെ നമ്മൾ കുറെ സൈനിങ് റൂമേഴ്സ് ഒക്കെ കേട്ടു. അതായത് അമരീന്ദർ സിംഗ് ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഇങ്ങനെ തുടങ്ങിയ കുറെ റൂമേഴ്സ് ആകെ പരക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നുള്ള. നിലവിൽ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത് വെച്ചാൽ വേറൊരു ഗ്രൂപ്പ് ഏറ്റെടുത്താലാണ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ ട്രെയിനിങ് കാര്യമൊക്കെ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന വിവരം. സോ സത്യം പറഞ്ഞാൽ ഇതവിടെ ചെന്ന് നോക്കേണ്ടി തന്നെ വരും, അല്ലെങ്കിൽ ഒരു തേങ്ങ മനസ്സിലാൻ പോകില്ല. അപ്പൊ അതിനെ പറയണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ ചിലപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുള്ളൂ. അതായത് അവര് ഭയങ്കര ഇതിൽ നിൽക്കാണ്. ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ 12-13 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലുണ്ട്, ലൂണ ഉൾപ്പെടെ. അതിൽ കോച്ച് ഇതുവരെയായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഉള്ള താരങ്ങളൊക്കെ ഒരു ഓഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാനും ഓഫർ വന്നാൽ തീർച്ചയായിട്ടും അവർ മറ്റു ക്ലബിലോട്ട് പോകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കുന്നത്. പിന്നെ വേറെ ഏതോ വിദേശ ഗ്രൂപ്പുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കൊരു റിയൽ ആയിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നടക്കുന്നുണ്ട് എന്ന് പോലും അവർക്ക് പോലും അറിയില്ല. ഒരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇനി ആരൊക്കെ ക്ലബ്ബ് വിടുന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൊക്കെ താഴെ ഷുവറായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.